ഉമ്മയുടെ ഗർഭാശയത്തിൽ ജന്മം കൊള്ളുന്ന കുഞ്ഞ് പറയാണ്, ഉമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോ കുഞ്ഞിന്റെ ഭക്ഷണം എവിടുന്ന് കിട്ടുന്നു? പൊക്കിൾക്കുടിയിലൂടെ, അല്ലേ? ഹബ്ലുസ്സുറ, പൊക്കിൾക്കുടിയിലൂടെയാണ് കുഞ്ഞിന് ഭക്ഷണം കിട്ടുന്നത്. ഉമ്മയുടെ ശരീരത്തിലെ പോഷകങ്ങൾ കുട്ടി വലിച്ചെടുക്കുന്ന എങ്ങനെയാ? പൊക്കിളിലൂടെയാണ്. ഒരു പൈപ്പേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ, അതിലൂടെ കിട്ടണം എല്ലാം. കുട്ടിയുടെ ബ്രെയിനിന് ആവശ്യമായത്, തലച്ചോറിന്, ലിവറിന്, ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ ബ്ലാഡറിന്, എല്ലാം, എല്ലുകൾക്ക്, പല്ലിനും കണ്ണിനൊക്കെ കിട്ടണം. എവിടുന്ന്? ഉമ്മയുടെ ഗർഭാശയത്തിന്. ഏത് വഴിക്ക് വരണം? പൊക്കിൾക്കുടിയിലൂടെ അങ്ങനെ വരണം. പ്രസവിച്ചാൽ ഡോക്ടർ അത് മുറിച്ചു കളയാണ്. ആ ഭക്ഷണത്തിന്റെ ഒരു വഴി മുറിച്ചാൽ ഫതഹല്ലാഹു ലഹു ബാബൈൻ, ഒരു കവാടം അടച്ചാൽ അള്ളാഹു രണ്ടെണ്ണം തുറന്നു കൊടുക്കുന്ന. എന്തേ? ജനിച്ചു കഴിച്ച കുട്ടിക്ക് പൊക്കിൾക്കുടി എന്ന ആ ഒരു ഭക്ഷണത്തിന്റെ വഴി അങ്ങോട്ട് മുറിച്ചു കളഞ്ഞാൽ അള്ളാഹു തആല ഉമ്മയുടെ നെഞ്ചത്ത് കുഞ്ഞിന് രണ്ട് ഭക്ഷണത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കുകയാണ്. ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് കിട്ടുന്ന രണ്ട് വഴികൾ ഒരു പൊക്കിൾക്കുടിക്ക് പകരം അല്ലാഹു കൊടുത്ത രണ്ടെണ്ണമാണ്. സുബ്ഹാനല്ലാഹ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹു ചോദിക്കുന്നില്ലേ, അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യന് രണ്ട് കണ്ണ് ഞാൻ കൊടുത്തില്ലയോ? വലിസാനൻ വശഫതൈൻ, ഒരു നാവും രണ്ട് ചുണ്ടും അല്ലാഹു തന്നിട്ടില്ലയോ? വഹദൈനാഹു നജ്ദൈൻ, ഉമ്മയുടെ രണ്ട് സ്ഥലങ്ങളിലേക്ക് ചേരാനുള്ള വഴിയും അല്ലാഹു കാണിച്ചു തന്നിട്ടില്ലയോ? ഇതാണ് അവിടെ പ്രബലമായ അഭിപ്രായം. എന്നാൽ ഹദൈനാഹു നജ്ദൈൻ, മനുഷ്യന് രണ്ട് വഴി നാം കാണിച്ചിട്ടില്ലയോ? അതും അവിടെ തഫ്സീറുണ്ട്. നന്മയുടെ വഴിയും തിന്മയുടെ വഴിയും രണ്ട് വഴി. പക്ഷേ അതിന്റെ കോണ്ടെക്സ്റ്റ് അതല്ല. എന്താ പറഞ്ഞത്? രണ്ട് കണ്ണും നാവും ചുണ്ടും തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചീത്ത മാർഗവും നല്ല മാർഗവും എന്നല്ല അവിടെ യോജിപ്പുള്ളത്. അസ്ഹാബുൽ ലുഗ, ഖുർആൻ ഇറങ്ങിയ ഭാഷ, ഖബായിലുകളുടെ ഭാഷയിൽ നജ്ദൈൻ എന്ന് പറഞ്ഞ സദിയൈൻ, ഉമ്മയുടെ രണ്ട് സ്ഥലങ്ങളിലേക്ക് പാല് കുടിക്കാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചില്ലേ? അല്ലാഹു പറയാ, കണ്ണ് ഉമ്മയെ കാണുന്നു. ഒരു കുഞ്ഞ് ആദ്യം നോക്കുന്ന ഉമ്മയുടെ ഭാഗം ഉമ്മയുടെ മുഖമാണ്. ഉമ്മയുടെ നെഞ്ചിലേക്ക് നിന്റെ ഭക്ഷണത്തിന്റെ രണ്ട് വഴികൾ തുറന്നു വെച്ചപ്പോ ഒരു നാവും രണ്ട് ചുണ്ടുകളെ കൊണ്ട് നീ ഭക്ഷണം ഏറ്റെടുത്തില്ലേ? വഹദൈനാഹു നജ്ദ് ഫലഖതഹമൽ അഖബ, അതുകൊണ്ട് നീ എന്ത് പ്രയാസം സഹിച്ചു? വമാ അദ്റാക മൽ അഖബ, എന്താണ് ഈ പ്രയാസം? ഫക്കു റഖബ, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, പ്രയാസമുള്ള, ദാരിദ്ര്യമുള്ള, മനുഷ്യന് ക്ഷാമം വരുന്ന, വിശപ്പുള്ള സമയത്ത് ആളുകൾക്ക് നീ ഭക്ഷണം കൊടുത്തോ? അല്ലാഹു തആല ചോദിക്കുക. എന്താണ് ഈ പറഞ്ഞത്? നിനക്ക് ഞാൻ ഭക്ഷണം തന്നില്ലേ? ഹദൈനാഹു നജ്ദൈൻ, നീ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? അല്ലാഹു തആല ചോദിക്കുക. യാ അല്ലാഹ്, ആ ആയത്തുകളുടെ നോക്കൂ, അതിന്റെ ആ ഒരു അർത്ഥ ബന്ധങ്ങൾ നോക്കൂ. നമുക്ക് മനസ്സിലാക്കിയത് ഹദൈനാഹു നജ്ദൈൻ, മനുഷ്യന് നന്മയും തിന്മയുടെ രണ്ട് വഴികൾ കാണിച്ചു കൊടുത്തില്ലേ എന്നാ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതിന്റെ അർത്ഥം മുഫസ്സിരീങ്ങൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് അവിടെ കൊടുക്കേണ്ട അർത്ഥം. യാ അല്ലാഹ്, എന്തേ? ഒരു പൊക്കിൾക്കുടി. അങ്ങനെ ഉമ്മയുടെ നെഞ്ചകത്ത് ഭക്ഷണത്തിന്റെ രണ്ട് വാതിൽ അല്ലാഹു തുറന്നു. അപ്പൊ മുലകുടി നിർത്താൻ. കുഞ്ഞിന്റെ രണ്ട് വാതിൽ പോയോ? പോയി. കുഞ്ഞിന് അല്ലാഹു തആല 4 വാതിൽ തുറന്നു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഭക്ഷണത്തിന്റെ രണ്ടെണ്ണം, വെള്ളത്തിന്റെ രണ്ടെണ്ണവും. എന്റെ അല്ലഹ്മു വന്നബാത്ത്, മാംസാഹാരങ്ങളും സസ്യാഹാരങ്ങളും അല്ലാഹു തആല തന്നു. വൽമാഉ വശറാബ്, വെള്ളവും മറ്റു പാനീയങ്ങളും രണ്ടും കുടിക്കാനുള്ള വഴി അല്ലാഹു കുട്ടിക്ക് തന്നിരിക്കാൻ. ഇനി കുട്ടിക്ക് ഇഷ്ടമുള്ളത് തിന്നാം. നമ്മൾ എന്ത് തിന്നാലും ഒന്നുകിൽ അത് ലഹ്മാൻ, അല്ലെങ്കിൽ അത് നബാത്താൻ, ഒന്നുകിൽ അത് മാംസമാണ്, അല്ലെങ്കിൽ അത് സസ്യമാണ്. രണ്ട് ഭക്ഷണം കിട്ടി, പിന്നെ രണ്ട് വെള്ളം. ഒന്നുകിൽ പച്ചവെള്ളം നമ്മൾ കുടിക്കുന്നത്, പച്ചവെള്ളം അല്ലെങ്കിൽ പാലോ മറ്റു ജ്യൂസുകളൊക്കെ പാനീയങ്ങളാണ്, ഷറാബുകളാണ്. അപ്പൊ രണ്ട് വെള്ളവും രണ്ട് ഭക്ഷണവും തന്നു, 4 തന്നു. മുഅ്മിനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുമ്പോ സമാനിയത്ത് അബ്വാബ്, സ്വർഗത്തിന് 8 വാതിലുകളാണ്. യാ അല്ലാഹ്, 4 പോയപ്പോ 8 അല്ലാഹു തുറന്നിരാണ്. അല്ലാഹു നമ്മെ എത്തിക്കുമാർ. അർ-റഹ്മാൻ, റബ്ബ് കാരുണ്യവാനല്ലേ. എന്താ? 1 2 കഴിഞ്ഞപ്പോ 4 കഴിഞ്ഞപ്പോ 8. യാ അല്ലാഹ്, സമാനിയത്ത് അബ്വാബ്, സ്വർഗത്തിന്റെ 8 കവാടങ്ങളാണ്. 4 വാതിലുകൾ അടച്ചപ്പോഴേക്കും അല്ലാഹു മുഅ്മിനിന്റെ മുമ്പിൽ 8 കവാടങ്ങൾ തുറന്നിരിക്കുകയാണ്. ഭൂമി വിളിച്ചു പറയുന്നു, യാ അല്ലാഹ്,
എല്ലാ രാത്രിയും അക്കല മിൻ റിസ്ഖിക വലം യശ്കുറുക, നിന്റെ ഭക്ഷണം തിന്നിട്ട് നിനക്കൊരു അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ല പടച്ചോനെ നിന്റെ അടിമ. അതുകൊണ്ട് ഇവരെയൊക്കെ ഞാൻ അങ്ങോട്ട് വിഴുങ്ങട്ടെ പടച്ചോനെ എന്ന് ഭൂമി വിളിച്ചു ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സമുദ്രങ്ങൾ, സപ്തസമുദ്രങ്ങളും 7 സമുദ്രങ്ങളും കടലുകളും ജലാശയങ്ങളും മുഴുവനും സമുദ്രങ്ങൾ പറയുന്നുണ്ട് പടച്ചോനെ ഞാൻ മനുഷ്യനെ അങ്ങോട്ട് എന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് എടുക്കട്ടെ, ഞാൻ അവരെ മുക്കിക്കളയട്ടെ. സുനാമി എന്നൊക്കെ പറഞ്ഞ അതാണ്. കടലിൽ കിടക്കേണ്ട വെള്ളം കരയിലേക്ക് വന്നാൽ നമ്മൾ അതിനെ അങ്ങനെയൊക്കെ വിളിക്കുക. കടലിൽ കിടക്കേണ്ട വെള്ളം കരയിലേക്ക് കയറിയാൽ അല്ലാഹു നശിപ്പിക്കുന്ന രീതിയാണ്. ഞാൻ അങ്ങനെ ചെയ്യട്ടെയോ എന്ന് എല്ലാ രാത്രിയും ഭൂമി ചോദിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതഖൂലുൽ ജിബാൽ, പർവ്വതങ്ങൾ പറയുന്നുണ്ട് അല്ലാഹ് ഉത്ബിഖു അലൈഹിം, ഞാൻ അവരെ രണ്ട് എന്റെ മലകൾക്കിടയിൽ അങ്ങ് ചവച്ചരക്കട്ടെ, അവരങ്ങ് ക്രഷ് ചെയ്യട്ടെ. എന്റെ അക്കല മിൻ റിസ്ഖിക വലം യശ്കുറുക, ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റിട്ട് നിനക്ക് നന്ദി ചെയ്തിട്ടില്ല പടച്ചവനെ, അവൻ നിസ്കരിച്ചിട്ടില്ല. യാ അല്ലാഹ്, നീ പറഞ്ഞത് കേട്ടിട്ടില്ല റബ്ബേ. നീ കൊടുത്ത കണ്ണും കാതും അവന്റെ ചിന്തയും ശരീരവും മുഴുവൻ അള്ളാഹുവിനെ കൊടുക്കേണ്ടത്. നിനക്ക് മഅസിയത്തിലാണ് പടച്ചവനെ അവൻ ചെലവഴിക്കുന്നത്. നിന്നെ എതിര് ചെയ്തുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ നശിപ്പിക്കട്ടെ. ആകാശം വിളിച്ചു പറയുന്നു, എന്തേ ഉൻസിലു അലൈഹിം കിസഫ, ഞാൻ അവരുടെ മേൽ കഷ്ണം കഷ്ണമായി കഷ്ണങ്ങൾ അവരുടെ തലയിലേക്ക് എറിഞ്ഞു കൊടുക്കട്ടെ പടച്ചോനെ ഭൂമിയിൽ. എന്തേ അകലൂ മിൻ റിസ്ഖിക, നിന്റെ ഭക്ഷണം അവർ തിന്നുന്നുണ്ട്, എന്നിട്ട് വലം യശ്കുറുക, അവരാർക്കൊക്കെയോ ആണ് അനുസരിക്കുക, നിന്നെയല്ല പടച്ചവനെ. യാ അല്ലാഹ്, റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. റഹ്മാൻ എന്നത് ആമ്മത്തുൻ താമ്മ, റഹ്മാൻ എന്ന വാക്ക് ആമ്മ വതാമ്മ. ആമ്മത്ത് എന്ന് പറഞ്ഞാൽ കോംപ്രഹെൻസീവ്, എല്ലാം ഉൾക്കൊള്ളും. താമ്മ കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ്, ഒന്നും അതിൽ ബാക്കിയില്ല, പരിപൂർണമാണ്. റഹ്മാൻ എന്ന വാക്ക് താമ്മത്തുൻ വആമ്മ. എന്താ അങ്ങനെ പറഞ്ഞാൽ അർത്ഥം? ആമ്മ, എല്ലാവരും. തഉമ്മുൽ മുസ്തഹിഖീന വഗൈറുൽ മുസ്തഹിഖീൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് അർഹിക്കുന്നവർക്കും അർഹിക്കാത്തവർക്കും അല്ലാഹു കൊടുക്കും. അതാണ് റഹ്മാൻ. എന്തേ മഴ പെയ്യുമ്പോ മുസ്ലിമീങ്ങൾക്ക് മാത്രമാണോ ഉപകാരം? മഴ പെയ്യുന്ന ഉപകാരം അവർക്കാണോ? അല്ല. മഴയെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞതൊക്കെ റഹ്മാൻ എന്ന പ്രയോഗമാണ്. റഹ്മാനാണ് അല്ലാഹു തആല. എന്തേ ആ മഴ കൊണ്ട് മുസ്ലിമിനും കാഫിറിനും ഉപകാരം കിട്ടുന്നുണ്ട് അല്ലേ? അല്ലാഹു തആല ചെടികൾ മുളപ്പിച്ചില്ലേ? ഈ ചെടി കൊണ്ട് മുസ്ലിമിന് മാത്രമാണോ ഉപകാരം? ഇവിടെ ഭക്ഷണം കഴിക്കുന്ന മുസ്ലിം മാത്രമാണോ? അല്ല. ഗൈറുൽ മുസ്തഹിഖീൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് അർഹിക്കാത്തവർക്കും അല്ലാഹു കൊടുക്കുന്നില്ലേ? എമ്പാടും കൊടുക്കുന്നില്ലേ? ഒരു അസുഖമില്ലാതെ ജീവിക്കുന്നവരില്ലേ? എമ്പാടും സൗകര്യങ്ങൾ അല്ലാഹു കൊടുക്കുന്നില്ലേ? ആർക്ക്? അർഹിക്കുന്നവനും കൊടുക്കും, അർഹിക്കാത്തവർക്കും കൊടുക്കും. അവർക്കാണ്, അതിന്റെ പേരാണ് റഹ്മാൻ. അള്ളാന്റെ വിശേഷണം റഹ്മാൻ. എന്നാൽ റഹീം എന്താ? അർഹിക്കുന്നവർക്ക് നാളെ പരലോകത്ത് റഹ്മത്ത് ചെയ്യുന്നവനാണ് റഹീം. അവിടെ ആർക്കും കിട്ടൂല, മുഅ്മിനീങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അള്ളാഹു അവിടെ നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. ഞങ്ങളെ നശിപ്പിക്കട്ടെ പടച്ചോനെ എന്നിങ്ങനെ സമുദ്രവും ഭൂമിയും പർവ്വതങ്ങളും അല്ലാഹുവിന്റെ സമാഉം ഇതൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, യാ മഖ്ലൂഖാതി, എന്റെ സൃഷ്ടികളെ, അൻതും ഖലഖ്തുമൂ, നിങ്ങളാണോ എന്റെ പടപ്പുകളെ പടച്ചത്? ലാ യാ റബ്ബ്, അല്ല റബ്ബേ, ഞങ്ങളല്ല. ആകാശം നീയാണോ പടച്ചത്? അല്ല. ഭൂമി നീയാണോ പടച്ചത്? അല്ല. സമുദ്രമേ നീയാണോ എന്റെ പടപ്പുകളെ പടച്ചത്? അല്ല. ഞങ്ങളല്ല റബ്ബേ പടച്ചത്. ലൗ ഖലഖ്തുമൂഹു ലറഹിംതുമൂഹ്, നിങ്ങളാണ് പടച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ സൃഷ്ടികളോട് കരുണ ചെയ്യുമായിരുന്നു. ഇത് ഉമ്മ മക്കളോട് ചെയ്യുന്ന റഹ്മത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന. അത് വാപ്പാനെ കൊണ്ട് കഴിയൂല. ഉമ്മ നമ്മൾ എത്ര പെർഫെക്റ്റ് വാപ്പായാലും ഉമ്മയുടെ മനസ്സിൽ നിന്ന് വരുന്ന കാരുണ്യം കിട്ടൂല. നമ്മുടെ ഭാര്യമാർ അവരുടെ നമ്മൾ എന്റെ ഭാര്യക്ക് അങ്ങനൊന്നും ചിന്തിക്കേണ്ട. അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് ഒരു ഉമ്മാക്കും റഹിം, ഗർഭാശയമുള്ള ഒരു പെണ്ണിനും അത് നിഷേധിക്കാൻ പറ്റൂല. ഗർഭാശയത്തിന്റെ പേര് റഹിം എന്നാണ്. റഹിം എന്നാണ് അറബിൽ ഗർഭാശയം എന്ന് പറയുന്നത്. റഹിമിൽ നിന്നാണ് റഹ്മത്ത് വരുന്നത്.
ഗർഭാശയത്തിൽ നിന്ന റഹ്മത്തിന്റെ ഉറവിടം അവിടെ നിന്നാണ്. വാപ്പ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയാലും ഉമ്മ വാതിൽ പിന്നാമ്പുറത്ത് തുറന്നെടുത്തിട്ട് 5 നേരം ഭക്ഷണം കൊടുക്കും. ഉമ്മ എന്തേ, എന്റെ മോനല്ലേ എന്ന് വിചാരിച്ചിട്ട്. വാപ്പാർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല. പറ്റുമോ? ഇല്ല. റഹീം, ഉമ്മയുടെ ആ ഒരു റഹ്മത്ത് ആലോചിച്ച് നോക്കൂ. ഗർഭാശയം ചെറിയൊരു സാധനമാണ്. അവിടെ ഒരു ഭ്രൂണം, ഒരു ഫീറ്റസ് ജന്മമെടുക്കുമ്പോൾ ആ ചെറിയ സ്ഥാനം വികസിക്കുകയാണ്. ഒരു കുഞ്ഞിന് നിൽക്കാൻ പറ്റുന്ന അത്രയും സ്ഥലം ഉമ്മയുടെ ശരീരത്തിൽ എക്സ്പാൻഡ് ചെയ്യാൻ, ആ ബ്ലാഡർ എക്സ്പാൻഡ് ചെയ്യാൻ. കാരുണ്യം അങ്ങനെയാണ്. കരുണയുള്ള ഹൃദയം ഒരുപാട് പ്രയാസങ്ങളെ സ്വീകരിക്കാൻ അതിൽ ഇനിയും സ്ഥലമുണ്ട്. there is room for friends, അല്ലേ? there is room for love. അവിടെ സ്നേഹത്തിന് ഇടമുണ്ട്. കാരുണ്യം എന്ന് പറഞ്ഞ വിശേഷണം അങ്ങനെയാണ്. അത് എക്സ്പാൻഡ് ഏതുപോലെ ഗർഭാശയം ചുരുങ്ങിയിട്ട് വികസിച്ച് ഒരു കുഞ്ഞിന് ഇടം നൽകുന്ന പോലെ റഹ്മത്തുള്ള ഹൃദയങ്ങൾ ഒരുപാട് കാഠിന്യം സഹിക്കാൻ പറ്റുന്ന ഒരു വിശാലത. ഇതൊക്കെ റഹ്മത്ത് എന്ന വാക്ക് റഹിമിൽ നിന്നാണ്. ഗർഭാശയത്തിന് പറയുന്ന പേരാണ് റഹിം. അവിടുന്ന് റഹ്മത്ത് വരുള്ളൂ. യാ അല്ലാഹ്. ഇനി നോക്കൂ, അല്ലാഹു പറയുന്നത് ലൗ ഖലഖ്തുമൂഹു ലറഹിംതുമൂഹ്. ആകാശമേ, ഭൂമിയെ, പർവ്വതമേ, സമുദ്രങ്ങളെ നിങ്ങളാണ് പടച്ചിരുന്നതെങ്കിൽ നിങ്ങൾ എന്റെ അടിമകളോട് കരുണ ചെയ്തേനെ. നിങ്ങൾ അവരോട് റഹ്മത്ത് ഇങ്ങനെയൊന്നും ചോദിക്കൂല, ഞങ്ങളോട് നശിപ്പിക്കട്ടെ എന്നും ചോദിക്കൂല. അങ്ങനെയാണ്. സ്വന്തം മക്കളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, എന്റെ മകനെ ഞാൻ വെട്ടും, ഇതൊന്നും വാപ്പ പറയില്ല, നീ നിന്റെ മക്കളെ കല്യാണം നോക്കിയാൽ മതി എന്ന് ആദ്യം പറയാ. എന്റെ മക്കളെ പറ്റി പറയണ്ട. എന്തേ? സ്വന്തം മക്കളെ പറ്റി പറയുമ്പോൾ അവർക്ക് വേദനിക്കുന്നുണ്ട്. അതാണ്. അവരോട് അത്രയും സ്നേഹമുണ്ട്. പിന്നെ എന്തെങ്കിലും ക്യാഷ് എടുത്തുള്ളൂ. ആദ്യത്തെ റെസ്പോൺസ് അതായിരിക്കും. ദഊനി വഇബാദി, എന്റെ അടിമകളെയും എന്നെയും അങ്ങ് വിട്ടേക്കിൻ. ഭൂമിയെ, സമുദ്രമേ, പർവ്വതങ്ങളെ, ആകാശമേ, എന്റെ അടിമകളല്ലേ, അവരെ എനിക്ക് വിട്ടേക്കിൻ. ദഊനി ഫത്തായിബു ഫമൻ താബ മിൻഹും ഫഅന ഹബീബുഹും. അവരിൽ ആരൊക്കെയാണോ തൗബ ചെയ്ത് മടങ്ങി വരുന്നതെങ്കിൽ ഞാൻ അവരുടെ കൂട്ടുകാരനാണെന്ന് അല്ലാഹു ജല്ല ജലാലുഹു ഖുദ്സിയായ ഹദീസാണ്. ഫമൻ തഅബ മിൻഹും ഫഅന ഹബീബുഹും. എന്നെ വഴിപ്പെടാതെ, എന്നെ ഓർക്കാതെ എത്രയോ കാലം ജീവിച്ചത്, കോളേജ് കൗമാരപ്രായത്താണ് തുടങ്ങിയിട്ട് പിന്നങ്ങനെ വഴിതെറ്റി എങ്ങനെയൊക്കെയോ ജീവിച്ചു വന്ന് അവന് പശ്ചാത്തപിക്കണമെന്ന് തോന്നി എന്റെ മുമ്പിലേക്ക് തിരിച്ചു വന്നാൽ ഫഅന ഹബീബുഹും, ഞാൻ അവരുടെ കൂട്ടുകാരനാണ്. ആര് പറയുന്നു? റഹ്മാൻ, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ഈ റഹ്മാൻ തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് ഞാൻ അവരുടെ ഹബീബാണ്. വമൻ ലം യതുബ്, തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല, ഇപ്പോഴും തെറ്റെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. ഒന്നിവാസേ കാണുള്ളൂ, ഒന്നിവാസേ പറയുള്ളൂ, ഒന്നിവാസേ ചിന്തിക്കുള്ളൂ. ഫഅന തബീബുഹും, ഞാൻ അവരുടെ ഡോക്ടറാണ്. തബീബാൻ, ഞാൻ അവരെ ചികിത്സിക്കുകയാണ്. തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് ഞാൻ ഹബീബാണ്, ഇപ്പോഴും തെറ്റെയ്ത് നടക്കുന്നവർക്ക് ഞാൻ തബീബാൻ, ഞാൻ അവരുടെ ഡോക്ടറാണ്, ഞാൻ അവർക്ക് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ നശിപ്പിക്കാൻ പറയല്ല. വഅന അർഹമു ബിഹിം മിനൽ ഉമ്മി ബിഔലാദിഹാ. ഒരു ഉമ്മ തന്റെ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തെക്കാൾ എനിക്ക് എന്റെ സൃഷ്ടികളോട് സ്നേഹമുണ്ട്. ഭൂമിയെ, ആകാശമേ എന്ന് അല്ലാഹു വിളിച്ചു പറയുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ സ്നേഹമൊക്കെ? ഉമ്മയോട് ചെയ്യുന്ന, അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്നേഹം. നമുക്ക് നമ്മളെ മക്കളോടൊക്കെ എന്തൊരു സ്നേഹമാണെന്ന്. അവർക്ക് വേദനിക്കുമ്പോഴേക്കും നമ്മൾ വിങ്ങിപ്പൊട്ടുകയാണ്, അല്ലേ? അവർക്ക് എന്തെങ്കിലും പനി വന്നാൽ നമുക്ക് പനിച്ചു. അവർക്ക് എന്ത് സൗകര്യം, എത്രയും ഇഷ്ടപ്പെട്ട ഭക്ഷണം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കോപ്പ്, ടോയ്സ്, അവർക്ക് എന്താ സന്തോഷത്തൊക്കെ കൊടുക്കുകയാണ്. ഈ സ്നേഹം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സംഗതിയാണ്. അത് നമ്മുടെ മക്കൾ അവരുടെ മക്കൾക്കേ കൊടുക്കുള്ളൂ. നമ്മൾ നമ്മുടെ ഉമ്മാക്കും അപ്പൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഫോൺ ചെയ്യില്ല, ഉമ്മാ സുഖം തന്നെയല്ലേ, എന്നാ പിന്നെ വിളിക്കട്ടോ, കഴിഞ്ഞു. പാപ്പാ അതെ പൈസ ഒക്കെ വേണോ, അയച്ചിട്ടുണ്ട് കേട്ടോ, പോയാ കിട്ടും, കഴിഞ്ഞു. ഇതൊന്നല്ല സ്നേഹം. പൈസ അയച്ചെടുക്കലൊന്നല്ല സ്നേഹം. പക്ഷെ പൈസ അയച്ചാൽ നമ്മളെ എല്ലാ കർത്തവ്യം നിർവഹിച്ചു. അതൊന്നും, ആ നല്ലൊരു വാക്ക്, സ്നേഹത്തിന്റെ പെരുമാറ്റം. ഇത് ഉമ്മാക്ക് തിരിച്ചു കിട്ടൂല. ഒരു ഉമ്മാക്കും അവരെ മക്കൾക്ക് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അവരുടെ കാമുകന്മാർക്കേ കൊടുക്കുള്ളൂ. അങ്ങനെ ഉണ്ടാവും, അല്ലെ? പ്ലസ് ടു ഒക്കെ ആവുമ്പോഴേക്കും പിന്നെ ചാടി പോവാണ്. ഇപ്പൊ ചാടാതെ നടന്നു പോണ കാലാണ്. ചാടിപ്പോകുന്ന പ്രയോഗം തന്നെ ഇപ്പൊ ശരിയല്ല എന്നാ തോന്നുന്നത്. നടന്നു കൂളായിട്ട് ഇറങ്ങിപ്പോണതേ. മുമ്പൊക്കെ ചാടിപ്പോക്കായിരുന്നു.
അല്ലേ? എന്റെ ജീവന്റെ ജീവനാന്നൊക്കെ പറഞ്ഞിട്ടാ കത്ത് എഴുതാ. കത്തല്ല, SMS സോഷ്യൽ മീഡിയയില് കമന്റൊക്കെ. റൊമാൻറ്റിക് ഒക്കെ. ഇതൊക്കെ സ്വന്തം ഉമ്മാനോട് വാപ്പാനോട് പറയേണ്ട വാക്കാണ്. ഉമ്മ, നിങ്ങൾ എന്റെ ജീവന്റെ ജീവനാണ്. ഓരോടൊന്നും പറയില്ല. ഏതോ കണ്ടവൻ ഇവിടുന്നൊക്കെയോ പരിചയപ്പെട്ടവനോട്. യാ അല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവിന്റെ മക്കൾക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. ഷാമിൽ നിന്ന് ഉമ്മയെ തലയിലേറ്റി വന്ന ഒരു സുഹാബി, ഒരു താബിഈയായ മഹാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ മതാഫിൽ തവാഫ് ചെയ്യുന്നതിനടുത്ത് അയാൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എന്റെ ഉമ്മാക്ക് ഞാനല്ലാതൊരു മകൻ വേറെയില്ല. എന്റെ ഉമ്മാക്ക് ഞാനേ റഹ്മത്ത് ചെയ്യാനുള്ളൂ. എന്റെ ഉമ്മയെ കുളിപ്പിക്കുന്നത് ഞാനാണ്. എന്റെ ഉമ്മക്ക് വസ്ത്രം എടുത്തു കൊടുക്കുന്നതും കഴുകി കൊടുക്കുന്നത് പോലും ഞാനാണ്. അത്രയ്ക്ക് വാർദ്ധക്യത്തിലെത്തിയൊരു ഉമ്മ. ഉമ്മാക്ക് പെൺമക്കളില്ല, ആൺമക്കളുമില്ല, വേറെ ആരുമില്ല. ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ. അങ്ങനത്തെ ഉമ്മയെ ഒട്ടകപ്പുറത്ത് വെച്ചും തോളിലേറ്റിയും ഷാമിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ ഹജ്ജിന്. യാ അല്ലാഹ്, പിന്നെ ഫ്ലൈറ്റിന് പോണ യാത്രയല്ലത്. 2000-ലേറെ കിലോമീറ്റർ. ഫലസ്തീനാണ് ഈ ഷാം എന്ന് പറയാ, ചെറിയ ഫലസ്തീൻ. അവിടെ നിന്ന് മക്ക വരെയുള്ള യാത്ര ആലോചിച്ച് നോക്കി. മാപ്പ് എടുത്താൽ മനസ്സിലാവില്ലേ ഏതാണ് ദൂരം. നമുക്ക് ഇവിടുന്ന് നാട്ടിൽ പോകുന്നതിലേറെ ദൂരം കാണും ആ ഒരു ഡിസ്റ്റൻസ്. യാ അല്ലാഹ്, അങ്ങനത്തെ ഉമ്മാക്ക് തവാഫ് ചെയ്യാൻ കഴിയാതെ വരുമ്പോ എന്റെ ഉമ്മയെ തോളിലിരുത്തിയിട്ടാണ് ഞാൻ തവാഫ് ചെയ്യുന്നത്. ഉമ്മായുടെ ഹജ്ജാണ് ഈ ചെയ്യുന്നത്, ഉമ്മാന്റെ ഹജ്ജ്. എന്റെ ഉമ്മയെ ഞാനാണ് അമീറുൽ മുഅ്മിനീൻ സഫാ മർവന്റെ ഇടയിൽ കൊണ്ടു നടക്കുന്നത്. നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല സഫാ മർവന്റെ ഇടയിൽ. 7 നടത്തം പകുതി ആകുമ്പോഴേക്കും പിന്നെ ഉസ്താദ് ഇത് പോരേന്ന് ചോദിക്കും അല്ലേ? ബാക്കി പൂർത്തിയാക്കാൻ വയ്യ. എന്തേ? നമുക്ക് നടക്കാൻ വയ്യ. അങ്ങനത്തെ ഉമ്മയെ ഒരു ട്രോളിയിലോ ഒരു സ്ട്രെച്ചറിലോ വെച്ചിട്ടല്ല തോളിലേറ്റിയിട്ട്, അത് ഇന്നത്തെ എയർ കണ്ടീഷൻ ചെയ്ത റൂമാണോ, അന്നത്തെ കല്ല്. അങ്ങനെ എന്റെ ഉമ്മയെ ഞാൻ തവാഫ് ചെയ്ത് ഉമ്മയെ ഞാൻ തോളിലേറ്റിയിട്ടാണ് സഫയിലേക്കും മർവയിലേക്കും അതുപോലെ മിനയിലേക്കും മുസ്ദലിഫയിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത്. യാ അല്ലാഹ്, എന്റെ ഉമ്മയോട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ അമീറുൽ മുഅ്മിനീൻ? അതാണ് ചോദ്യം. നമ്മളൊക്കെ പറയില്ലേ, എപ്പോഴോ കഴിഞ്ഞ് നമ്മൾ പറയാ. അല്ല, നിന്നെ ഗർഭം ചുമന്ന് നടക്കുമ്പോൾ നിന്റെ ഉമ്മയുടെ കാലുകളിൽ മസിൽ കയറിയിരുന്നത് അല്ലേ? നിന്റെ ഉമ്മാക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വന്നത്, നിന്റെ ഉമ്മ എമ്പാടും ഛർദ്ദിച്ച് തളർന്നു കിടന്നത്, നിന്റെ ഉമ്മ പ്രസവത്തിന്റെ വേദന അനുഭവിച്ചത്, നിന്നെ വളർത്താൻ നിന്റെ ഉമ്മ കഷ്ടപ്പെട്ട കഷ്ടപ്പാടിൽ നിന്ന് ഒരംശത്തിനെ ഇത് ബാക്കിയായിട്ടുള്ളൂ, ബാക്കി മുഴുവനും കിടക്കാണ്, ആയിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഉമ്മ നിനക്ക് ചെയ്ത ഉപകാരം, നീ എന്ന കൊച്ചുമോൻ വളരണം, ഒന്ന് മുട്ടുകുത്തണം, ഒന്ന് നടക്കണം, ഒന്ന് ചിരിക്കണം, ഒന്ന് മദ്രസയിലേക്കോ സ്കൂളിലേക്കോ പോകുന്നത് കാണണം, അവനൊന്ന് കൗമാരത്തിലെത്തി, അവനൊന്ന് പെണ്ണുകെട്ടി, അവനൊന്ന് കുഞ്ഞുണ്ടായി കാണണം. ഈ ആഗ്രഹത്തിലാണ് നിന്റെ ഉമ്മ നിന്നെ വളർത്തിയത്. നിന്റെ ഉമ്മാക്ക് നീ ചെയ്യുന്ന സേവനം ഉമ്മ മരിക്കണവരെ എന്നല്ലേ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കണത്? ഉമ്മയെ മരിക്കാനല്ലേ നീ ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണത്? ഉമ്മ മരിക്കോളത്തിനല്ലേ? കഴിഞ്ഞല്ലോ, മരിക്കാറായിട്ടുണ്ടല്ലോ. നിന്റെ ഉമ്മ ചിന്തിച്ചത് നീ വളരണം എന്നാഗ്രഹിച്ചിട്ടാണ്, നീ ചിന്തിക്കുന്നത് ഉമ്മ മരിക്കണം എന്നാഗ്രഹിച്ചിട്ടാണ്. ആ വ്യത്യാസമാണെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മുഅ്മിനെ, ഈ റഹ്മത്ത് പറയാൻ, കാരുണ്യം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞത് ഉമ്മ മക്കളോട് ചെയ്യുന്ന കാരുണ്യമാണെന്നാണ്. യാ അല്ലാഹ്, അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. വാപ്പയെ പറ്റി എന്താ അങ്ങനെ പറയാത്തത് എന്നാ ഖുർആനിൽ അങ്ങനെ ഉണ്ട് അല്ലേ? വബിൽവാലിദൈനി ഇഹ്സാന, ഉമ്മാക്കും വാപ്പാക്കും ഉപകാരം ചെയ്യണം എന്ന് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, അല്ലേ? മനുഷ്യനോട് പറഞ്ഞു, നിന്റെ ഉമ്മാക്കും വാപ്പാക്കും നീ സേവനം ചെയ്യണം. ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ, ഉമ്മ ഗർഭം ചുമന്നപ്പോ വളരെ പ്രയാസപ്പെട്ടല്ലേ അവനെ കൊണ്ടു നടന്നത്. ഉമ്മാന്റെ കാര്യം പറഞ്ഞത്, വാപ്പയുടെ കാര്യം പറഞ്ഞില്ല. എന്താ അതിന്റെ അർത്ഥം? വാപ്പാക്കും ഉമ്മാക്കും ഉപകാരം ചെയ്യണമെന്നാ പറഞ്ഞത്. പക്ഷെ ഖുർആൻ ചർച്ച ചെയ്തെന്താ? ഉമ്മയെ മാത്രമാണ്, വാപ്പയോടെ പറഞ്ഞിട്ടില്ല. വാപ്പയെ ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷെ വിശദീകരണം ആർക്കി കൊടുത്തുള്ളൂ? ഉമ്മാക്കുള്ളൂ. എന്തേ? വാപ്പ നമുക്ക് ചെയ്തിരുന്ന ഉപകാരം കാണാൻ പറ്റും മക്കൾക്ക്. വാപ്പ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല, ഉമ്മ പറഞ്ഞു, അല്ലാ നമ്മളെ വാപ്പാക്ക് തീരെ റെസ്റ്റ് ഇല്ലല്ലേ,
കുട്ടികൾ കാണുന്നുണ്ട്. വാപ്പയാണ് എനിക്ക് ഡ്രസ്സ് വാങ്ങിത്തരുന്നത്, വാപ്പയാണ് എനിക്ക് ഭക്ഷണം, വാപ്പയാണ് എന്നെ കൊണ്ടുനടക്കുന്നത്, വാപ്പയാണ് ഡ്രൈവർ. യാ അല്ലാഹ്, വാപ്പ ചെയ്യുന്നതൊക്കെ മക്കൾ കാണുന്നുണ്ട്. അതുകൊണ്ട് വാപ്പയെ ബഹുമാനിക്കണമെന്ന് മക്കൾക്കറിയാം. പക്ഷേ ഉമ്മ തനിക്ക് ചെയ്തെന്ന ഉപകാരം ഈ കുട്ടി കണ്ടിട്ടില്ല. കാരണം അവൻ ജനിക്കുന്നതിന്റെ മുമ്പാണത്. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. നിന്റെ ഉമ്മ നിന്നെ പ്രയാസത്തിൽ കൊണ്ടു നടന്നില്ലേ? അതുകൊണ്ട് അള്ളാഹു അതാ നിനക്ക് പറഞ്ഞു തരേണ്ടത്. മറ്റേത് നീ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് വാപ്പയുടെ ത്യാഗം പറഞ്ഞില്ല. വിശുദ്ധ ഖുർആൻ. صلوا على النبي محمد وآله اللهم صل على سيدنا وأنا أرحم بهم من الأم بأولادها. ഒരു ഉമ്മ തന്റെ മക്കളോട് ചെയ്യുന്നതിനേക്കാളും സ്നേഹം എന്റെ അടിമകളോട് എനിക്കുണ്ട്. ഭൂമിയെ എനിക്കുണ്ട്, പർവ്വതമേ, സമുദ്രമേ, ആകാശമേ. അതുകൊണ്ട് എന്റെ ജനങ്ങളെ നിങ്ങൾ നശിപ്പിക്കല്ല. അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല, ശരിയാണ്. പക്ഷേ അവരിൽ തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് ഞാൻ ഹബീബാണ്, എന്നെ അനുസരിക്കാത്തവർക്ക് ഞാൻ ത്വബീബാണ്. അല്ലേ? പിന്നെ വമല്ലം വഅന അർഹമു ബിഹിം മിനൽ ഉമ്മി ബിഔലാദിഹാ വമൻ ജാഅനി മിൻഹും തായിബാ തലഖൈതുഹു മിൻ ബഈദ് മർഹബൻ ലിത്തായിബീൻ. എന്റെ അടിമകളിൽ നിന്ന് എന്നോട് മനപ്രയാസത്തോടുകൂടെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരുന്നവർ, ഞാൻ അള്ളാഹിന്റെ അടുത്തേക്ക് പോകട്ടെ, എന്റെ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു പോവാൻ, ഞാൻ നല്ല കുട്ടിയാവാൻ, ഞാൻ നിസ്കാരമൊക്കെ തുടങ്ങുകയാണ്, ഞാൻ എന്റെ വേണ്ടാത്തരൊക്കെ നിർത്തുകയാണ് എന്ന് ചിന്തിച്ച്, അല്ലേ? അതാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ചിന്തിച്ച് തിരിച്ചു വരുന്ന തായിബായിട്ട് പശ്ചാത്തപിച്ച് എന്റെ മുമ്പിലേക്ക് വന്നാൽ തലഖൈതുഹു മിൻ ബഈദ്, അവൻ എന്റെ അടുത്ത് എത്തുന്നതിന്റെ മുമ്പേ ഞാൻ വിളിച്ചു പറയുന്നുണ്ട് മർഹബൻ ലിത്തായിബീൻ, തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് മർഹബാ എന്ന് ഞാൻ അവനോട് വിളിച്ചു പറയുന്നുണ്ട്. യാ അല്ലാഹ്, ഇതാണ് റഹ്മാൻ, ഇതാണ് അല്ലാഹു. റഹ്മാൻ, അള്ളാഹുവിന്റെ റഹ്മത്തുകൊണ്ട് നമുക്ക് പൊതിയുമാറാകട്ടെ. രണ്ട് ലോകത്തും അള്ളാഹുവിന്റെ റഹ്മത്തുകൊണ്ട് നമുക്ക് പൊതിയുമാറാകട്ടെ. വമൻ ദഹബ മിൻഹും ആസിയ, ഇങ്ങനെയൊക്കെ ഞാൻ അവനോട് ചെയ്തിട്ടും ഞാൻ പറഞ്ഞു കേൾക്കാതെ പിന്തിരിഞ്ഞ് നടന്ന ആരെങ്കിലും പിന്തിരിഞ്ഞ് നടന്നാൽ നാദൈതുഹു മിൻ ഖരീബ്, അവന്റെ അരികത്ത് ചെന്ന് ഞാൻ വിളിക്കുന്നുണ്ട്. ഇലാ ഐന തദ്ഹബ്, നീ എങ്ങോട്ടാണ് പോകുന്നത് സഹോദര മനുഷ്യ? അവജത്ത റബ്ബൻ ഗൈരി, അവജത്ത റബ്ബൻ ഗൈരി, ഞാനല്ലാത്തൊരു റബ്ബിനെ നീ കണ്ടെത്തിയോ? അം വജത്ത റഹീമൻ സിവായ്, ഞാനല്ലാത്ത ഒരു കാരുണ്യവാൻ നിനക്ക് കിട്ടിയിട്ടുണ്ടോ? എങ്ങോട്ടാ മോനെ പോകുന്നത് എന്ന് ഞാൻ എന്റെ സൃഷ്ടികളോട് ചോദിക്കുന്നുണ്ട്. ഭൂമിയെ, പർവ്വതമേ, സമുദ്രമേ, ആകാശമേ. അതുകൊണ്ട് അവരെ നശിപ്പിക്കെന്ന് പറയല്ല, അവര് എന്റെ മക്കളാണ് എന്ന് പറയുന്ന പോലെ അള്ളാഹു അവന്റെ മനുഷ്യനോട് റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുകയാണ്. ജനങ്ങളെ അള്ളാഹു ശിക്ഷിക്കാൻ വിചാരിച്ചാൽ ഭൂമിയിൽ ഒരു മനുഷ്യനും ബാക്കി ഉണ്ടാവില്ല. പക്ഷേ റഹ്മാൻ എന്ന വിശേഷണത്തിൽ അള്ളാഹു നമ്മോട് പെരുമാറുന്നത്, അള്ളാഹ് എന്ന അള്ളാഹുവിന്റെ സിഫാത്തിലാണ് അള്ളാഹുവിന്റെ പെരുമാറ്റമെങ്കിൽ ഒരാളും ഇവിടെ ബാക്കിയാവൂല. അങ്ങനെ നമ്മുടെ ചെയ്തികളൊക്കെ. പക്ഷേ അള്ളാഹു റഹ്മാനാണ്. എങ്ങനെ, എന്തെല്ലാം റഹ്മാൻ. അവലം യറൗ ഇലത്തൊയ്രി ഫൗഖഹും ശാഫാത്തിൻ വയഖ്ബിദൻ മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. അവലം യറൗ ഇലത്തൊയ്രി മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. രണ്ടായത്താണ്. മുഅ്മിനെ, ഫ്ലൈറ്റിനെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ പരാമർശം എന്നാ അതിനെപ്പറ്റി ആധുനിക ഉലമാ പറയുന്നത്. കാരണം ഒന്നും ബാക്കി ഇങ്ങനത്തെ ഒരു യാത്രാ സൗകര്യമുള്ള സംഗതി അല്ലാഹു എങ്ങനെ പറയാതെ പോകും? റഹ്മാൻ എന്നും അല്ലാഹു എന്നും പറഞ്ഞു രണ്ട് സ്ഥലത്ത് ഒരേ കാര്യം. വലം യറൗ ഇല ത്വയ്ർ, പറക്കുന്നതിനൊക്കെ പറയും ത്വയ്ർ. ഫ്ലൈറ്റിന് എന്താ പറയാ? ത്വയ്ർ എന്നാ പറയാ. ത്വയ്റ. പൈലറ്റിന് തയ്യാർ എന്നാ പറയാ. ത്വയ്ർ ഖാറ യതീറു എന്നാണ് പറക്കാന്ന്. വലം യറൗ ഇല ത്വയ്രി ഫൗഖഹും, അവർക്ക് മീതെ പറക്കുന്നവയെ കണ്ടില്ലേ? അവിടെ പക്ഷികളാ ഉദ്ദേശം. അവർക്ക് മീതെ, നമ്മുടെ തൊട്ട് മേലെ പറക്കുന്നത് പക്ഷികളൊക്കെ.
ചിറകുകൾ വിരിച്ചു നിർത്തുകയും വയഖ്ബിദ്ന കൂട്ടിപ്പിടിക്കുകയും ചെയ്ത് പറക്കുന്ന പറവകൾ. എവിടെ? ഫൗഖഹും, നമ്മുടെ നേരെ മുകളിലാണ് ഈ പക്ഷികളൊക്കെ പറക്കുന്നത്, അല്ലേ? അവരുടെ തൊട്ടുമീതെ, ഈ പ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അവരുടെ തൊട്ടുമീതെ ചിറകുകൾ നിവർത്തിയും വയഖ്ബിദ്ന, സൂറത്ത് തബാറക്കിലല്ലേ അത്, വയഖ്ബിദ്ന, അല്ലേ? അവരുടെ ചിറകുകൾ കൂട്ടിപ്പിടിച്ചും പറക്കുന്ന പറവകൾ അവർ കാണുന്നില്ലേ? മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, കാരുണ്യവാനല്ലാതെ റഹ്മാനല്ലാതെ ആരുമല്ല അവരെ പിടിച്ചു നിർത്തുന്നത്. പറക്കാനുള്ള കഴിവ് ഈ പക്ഷികൾക്ക് നൽകിയത് ആരാണ്? റഹ്മാനാണ്. നോക്കുക അടുത്ത ആയത്ത്, അവലം യറൗ ഇലത്തൊയ്രി ഫൗഖഹും മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. അവലം യറൗ, അവർ കാണുന്നില്ലേ? ഇതൊക്കെ പക്ഷികൾ എന്ന് അർത്ഥം വെച്ചാലും ശരിയാണ്. ഇനി എന്തുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് എന്ന് അർത്ഥം വെക്കുന്നു? നമ്മൾ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാ. അള്ളാഹുവിന്റെ കലാമിന്റെ ആശയം അതത് കാലങ്ങളിൽ അതത് ഉലമാഇന് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഖുർആൻ ആശയം തീർന്നു, ഇനിയൊന്നും പഠിക്കാനില്ലാന്ന് തോന്നൂലേ? ഇനിയും പഠിക്കാൻ കിടക്കുകയാണ്. യാ അല്ലാഹ്, അവലം യറൗ, അവർ കാണുന്നില്ലേ? ഇലത്തൊയ്രി, അവലം യറൗ ഇലത്തൊയ്ർ മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ. യാ അല്ലാഹ്, കാണുന്നില്ല ഇലത്തൊയ്രി, പറക്കുന്നവയെ, ചിറക് കൂട്ട് അതൊന്നും പറഞ്ഞില്ല അല്ലാഹു. പറക്കുന്നവയെ എവിടെ? ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ. നേരത്തെ പറഞ്ഞതോ ഫൗഖഹും, അവരുടെ നേരെ മേലെ. പക്ഷികൾ എങ്ങനെ പറക്കും? നമ്മുടെ തൊട്ടരികത്താ. ഈ പറഞ്ഞ പക്ഷികൾ എവിടെയാ? ഈ പറവകൾ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ പറക്കുന്നവയെ കണ്ടില്ലേ? എന്താ പറയുന്നത്? മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ. മുസഖർ എന്ന് പറഞ്ഞാൽ കൺട്രോൾ. അള്ളാഹു കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കെ. എവിടെ? ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലത്തിൽ കൺട്രോൾ ചെയ്യപ്പെട്ട പറവകളെ കാണുന്നില്ലേ? ഇത് രണ്ടു പക്ഷികളാവണോ? അള്ളാഹു രണ്ട് വിഷയം ആവർത്തിക്കോ? എന്നിട്ട് എന്തേ പറഞ്ഞത്? മാ യുംസികുഹുന്ന, ഇവയെ പിടിച്ചു നിർത്തുന്നത് ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ്. നേരത്തെ പറഞ്ഞു ഇല്ലർ റഹ്മാൻ. എന്റെ വ്യത്യാസം? റഹ്മാൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന വിശേഷണം ജീവജാലങ്ങളോട് ബന്ധിക്കുമ്പോഴാണ് റഹ്മാൻ എന്ന് പറയാ. ഖുർആന്റെ പ്രയോഗങ്ങൾ അങ്ങനെയാണ്. ജീവജാലങ്ങളെ ബന്ധിക്കുന്ന വിഷയത്തിലാണ് റഹ്മാൻ എന്ന് പറയുന്നത്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിനെയും ഇല്ലാത്തതിനെയും ഉൾപ്പെടുത്തുമ്പോഴാണ് അള്ളാഹ് എന്ന് പ്രയോഗിക്കുന്നത്. ഫ്ലൈറ്റിൽ കിടക്കുന്ന ഫ്ലൈറ്റ് എന്ന സാധനം ജീവനുണ്ടോ? ഇല്ല, അതിന്റെ ഉള്ളിൽ ജീവനുള്ളവരുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ പ്രയോഗം അള്ളാഹുവാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. എവിടെ? മുസഖറാത്ത്, കൺട്രോൾഡ്. റഡാർ സിസ്റ്റങ്ങളില്ലേ? അല്ലാതെ മനുഷ്യ കൺട്രോൾ ചെയ്തിട്ടല്ലേ ഫ്ലൈറ്റ് പോകുന്നത്. ഒരു ഫ്ലൈറ്റിന് വെറുതെ ഇരുന്നാൽ മതി. ക്രൂയിസ് കൺട്രോളൊക്കെ ഉള്ള പോലെ അവരുടെ ഡെസ്റ്റിനേഷൻ, അവിടെ ഫ്ലൈറ്റിന്റെ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അല്ലെ? എയറോനോട്ടിക്കൽ എഞ്ചിനീയേഴ്സ് ഒക്കെ സദസ്സിലിരിക്കുന്നുണ്ട്. എന്താ? അത് കൺട്രോൾ ചെയ്ത് പോവാണ്. പക്ഷികളെ പറ്റി പറഞ്ഞെടുത്ത് എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് മീതെ. ഫ്ലൈറ്റ് പറ്റി പറഞ്ഞപ്പോ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലത്തിൽ. പക്ഷികളെ പറ്റി പറഞ്ഞപ്പോ സ്വാഫാത്തിൻ വയഖ്ബിദ്ന, വിടർത്തും നിവർത്തും അവര് കൂട്ടിപ്പിടിക്കും. ഫ്ലൈറ്റ് അത് ചെയ്യുന്നില്ല, ഫ്ലൈറ്റിന്റെ ഇത് സ്പ്രെഡായി കിടക്കുക. മുസഖറാത്തിൻ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. പടച്ചോനെ, നീയാണ് ഞങ്ങൾക്ക് ഇതിനെ കൺട്രോൾ ചെയ്തത്. റബ്ബേ, ഞങ്ങൾക്കിത് ഇത് ഇരുമ്പും കഷ്ണങ്ങളാണ്, അലൂമിനിയം സാധനമാണ് പോണത്, പറക്കണത്. യാ അല്ലാഹ്, അവിടെ അള്ളാഹു പ്രയോഗിച്ചത് അള്ളാഹുവാണ് പിടിച്ചു നിർത്തുന്നത്. എന്തേ അള്ളാഹ് എന്ന് പറയാൻ കാരണം? ജീവനുള്ളതും ഇല്ലാത്തതും അവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. നേരെമറിച്ച് പക്ഷികളെ പറ്റി പറഞ്ഞപ്പോ ഇല്ലർ റഹ്മാൻ, പക്ഷികൾ ജീവനുള്ളതാണ്. ജീവനുള്ളവരുമായുള്ള റഹ്മത്ത് ബന്ധിക്കുമ്പോഴാ റഹ്മാൻ എന്ന പേര് അള്ളാഹു പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ വാക്കുകൾ അപാരമാണ്. അള്ളാഹുവിന്റെ വാക്കുകൾ അപാരമാണ്. ഇന്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡിന്റെ ഒരു ഗസ്റ്റായിട്ട് വന്ന ഒരു ആധുനിക പണ്ഡിതനുണ്ട്, അലി മൻസൂർ ഖയാലി എന്ന് പറയുന്ന ഒരു സിറിയൻ പണ്ഡിതൻ. അദ്ദേഹം ബൈ പ്രൊഫഷൻ എഞ്ചിനീയറാണ്. അദ്ദേഹമാണ് ഈ ഖുർആനിന്റെ ഈ ഒരു ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് ഞാൻ കേട്ടത്. സുബ്ഹാനല്ലാഹ്, ദുബൈയിലെ ഹോളി ഇന്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡിൽ കഴിഞ്ഞ വർഷമല്ല, 2-3 വർഷങ്ങൾക്ക് മുമ്പ്. യാ അല്ലാഹ്, ഉലമാഇന്റെ അംഗീകാരത്തോടുകൂടെ. കാരണം
ഇങ്ങനൊരു ആശയം ഖുർആൻ ഫ്ലൈറ്റിനെ സംബന്ധിച്ച് പറഞ്ഞില്ല എന്ന് വന്നാൽ നമ്മളും തോന്നൂല പഠിച്ചവരെ ഇങ്ങനൊരു വലിയ സംഗതി എന്തേ അല്ലാഹു പരാമർശിച്ചിട്ടില്ല, ഉണ്ട് കടക്ക്. ഇതാണ് ഖുർആൻ. ലാ തൻഖദി അജായിബുഹ. ഇതിന്റെ അത്ഭുതങ്ങൾ ഒരിക്കലും അവസാനിക്കൂല. നമ്മൾ ഓതിപ്പോകുന്ന ഈ ആയത്തിന് അന്ന് അർത്ഥം വെച്ചു, പക്ഷികളെന്ന് തന്നെ ഇവിടെ അർത്ഥം വെച്ചാലും ശരിയാണ്. ആകാശത്തിന്റെ ഉയർന്നു പറക്കുന്ന പക്ഷികൾ എന്ന് വെക്കാം. ആ അള്ളാഹ് എന്ന റഹ്മാൻ എന്ന വാക്കിന്റെ വ്യത്യാസങ്ങൾ ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വെക്കുക. പക്ഷികളെ പറ്റി ഇത് പറയാൻ പറ്റും. പക്ഷേ രണ്ട് വാക്കുകളും വ്യത്യാസം, രണ്ടായത്തിലും വാക്കുകൾ വ്യത്യാസമുണ്ട്. ഒന്ന് നിങ്ങൾക്ക് മീതെ, മറ്റൊന്ന് ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ. ഒരിടത്ത് റഹ്മാൻ ജീവനുള്ളതിനെ പക്ഷികളെ പറഞ്ഞപ്പോ, മറ്റിടത്ത് അല്ലാഹ് ജീവനുള്ളതും ഇല്ലാത്തതുമാണ് ആകാശത്ത്. മുസഖറാത്തിൻ, കൺട്രോൾ ബൈ അല്ലാഹ്. നിന്റെ റഡാർ സിസ്റ്റങ്ങൾ അല്ലാഹുവിന്റേതാണ് അല്ലേ? അന്തരീക്ഷമില്ലെങ്കിൽ ഫ്ലൈറ്റിന് പറക്കാൻ പറ്റൂല, വായു ഇല്ലെങ്കിൽ പറക്കാൻ പറ്റൂല. അതുകൊണ്ട് എയർ പോക്കറ്റുകൾ പറയില്ലേ, ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ്, വി ആർ ട്രബിൾഡ് ഇൻ ദി വെദർ. എന്താ ഈ വെദറിൽ ട്രബിൾ ആയി എന്ന് പറഞ്ഞാൽ ഈ എയർ പോക്കറ്റുകളിലേക്ക് ഫ്ലൈറ്റ് വീഴാണ്, അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് വായു കിട്ടണില്ല. അപ്പൊ നേരെ ഫ്ലൈറ്റ് വരും, വൈബറിംഗ് വരും. സുബ്ഹാൻ അല്ലാഹുവിന്റെ വലിയ റഹ്മത്തിലല്ല മുഅ്മിനീങ്ങളെ. ആ ഫ്ലൈറ്റ് കയറുമ്പോൾ കള്ളുടിച്ച് കയറണവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വലിയ റഹ്മത്ത് അല്ലാഹു തന്നിട്ട് ആകാശം പറയാണ് ഞാൻ പൊട്ടി വീഴട്ടെ ഇവന്റെ തലയിലേക്കെന്ന് ആകാശം വിളിച്ചു ചോദിക്കുന്ന ചോദ്യം ഒരുപക്ഷെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ തലയിലേക്ക് വീഴട്ടെ എന്നായിരിക്കണം. അല്ലാഹു പറയാണ് വേണ്ട, സമയം കൊടുക്ക്. അവർ തൗബ ചെയ്തു വരികയാണെങ്കിൽ മർഹബൻ ലിത്തായിബീൻ, തൗബ ചെയ്യുന്നവരെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. വമൻ ലം യതുബ്, തൗബ ചെയ്യാതെ പോവാൻ നദൈതുഹു മിൻ ഖരീബ്, അവന്റെ അടുത്ത് എന്നിട്ട് ഞാൻ വിളിക്കുകയാണ്. എവിടേക്കാണ് മനുഷ്യ നീ പോണത്? അവജത്ത റബ്ബൻ ഗൈരി അം റഹീമൻ സിവായ്, ഞാനല്ലാത്തൊരു കാരുണ്യവാനൊക്കെ നിനക്ക് കിട്ടിയോ? ഞാനല്ലാത്ത റബ്ബ് നിനക്ക് കിട്ടിയോ? എങ്ങോട്ടാ മനുഷ്യ നീ പോണതെന്ന് എനിക്ക് വഴിപ്പെടാത്തവനോട് ഞാൻ ചോദിക്കുന്നുവെന്ന് അല്ലാഹു ജല്ല ജലാലുഹു. യാ അല്ലാഹ് അർ റഹ്മാൻ, ഇത് കാരുണ്യവാനാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് രണ്ട് ലോകത്തും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോ ഞാൻ പറഞ്ഞത്, നമ്മളൊരു നോട്ടീസ് ഇറക്കിയിരുന്നു നമ്മുടെ പരിപാടി. 12,000 കോപ്പി. അങ്ങനെ 2000 12,000 എത്രയാണ്? 12,000 കോപ്പി. അപ്പൊ അതില് എന്റെ ഫോട്ടോ വെച്ചതാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അപ്പൊ അടിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്തോട്ടെ, അത് ഒരു റിസോഴ്സാണ്, നമ്മൾ ഇറക്കിയ സംഗതിയാണ്. ഒരു നല്ല ഉദ്ദേശത്തിലാണ് നമ്മൾ ചെറുപ്പക്കാർ ചെയ്തത്. പക്ഷേ ഇനി മുതൽ അത് ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്റെ ഫോട്ടോ വെക്കണ്ട, എനിക്കിപ്പോ ഇഷ്ടം, എന്റെ ഫോട്ടോ ഇങ്ങനെ പോവല്ലേ. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അത് പറ്റൂല എന്നതുകൊണ്ടാ പറയാൻ കാരണം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഏർപ്പാടാണ്. ഞാൻ നിങ്ങളെ പോലെ മനുഷ്യനാണ്, പക്ഷെ അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഈ വേറെ ഏതെങ്കിലും ഉസ്താദ്മാർ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓലേറ്റ് ഡീൽ ചെയ്തോളി, എന്റെ വിഷയത്തിൽ ചെയ്യരുത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ആ മെസ്സേജ് കൈമാറിക്കോളൂ. ആ അടിച്ചു വെച്ചത് എന്ത് ചെയ്യണ്ട, നശിപ്പിക്കണ്ട, അത് പോയിക്കോട്ടെ. ഇനി അടിക്കുമ്പോൾ ശ്രദ്ധിക്കാം ഇൻഷാ